ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ടോക്സിക്കായ ഹസ്ബൻഡ്സിൻ്റെ ചില സിംറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലെടുക്കാം. ഫസ്റ്റ് വൺ, സുരക്ഷിതമില്ലായ്മ. നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ വരുമ്പോൾ നമുക്കൊരു ഷെൽട്ടർ കിട്ടുന്നൊരു ഫീലായിരിക്കും. ചെറിയ പ്രായത്തിൽ അച്ഛനും അമ്മയും നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കും. വലുതായി കഴിയുമ്പോൾ നമുക്കൊരു പാർട്ട്ണർ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും കരുതൽ, ദയ, സ്നേഹം, അപ്പോൾ ഏത് പ്രശ്നങ്ങൾ പറഞ്ഞാലും ഒരു പരിഹാരം, ആ ഒരു ചിന്താഗതി ആയിരിക്കും. ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ്. അവർ ഈ കാര്യങ്ങളെല്ലാം മറച്ചു പിടിക്കും. അല്ലെങ്കിൽ ഇനി പേടിക്കേണ്ട, എല്ലാം ശരിയാകും എന്നൊരു വാക്ക് അതുപോലും പറയാനുള്ള ഒരു മനസ്സ് ഇത്തരക്കാർക്ക് കാണില്ല. സെക്കൻഡ് വണ്ണാണ് സംസാരിക്കാൻ സമയമില്ലാത്തൊരു അവസ്ഥ. നല്ല ആശയവിനിമയമാണ് എല്ലാ ബന്ധത്തിൻ്റെയും താളം, കെട്ടുറപ്പ് എന്നെല്ലാം പറയാം. കുറ്റങ്ങളും കുറവുകളും ഒരു മുറിക്കുള്ളിൽ പറഞ്ഞു തീർക്കാനാണ് ഏറ്റവും നല്ല ഒരു പോംവഴി. ടോക്സിക് ആയിട്ടുള്ള പേഴ്സൺസ് ഇതിന് റെഡിയാവുന്നില്ല. റൂമിൽ വന്നാൽ സംസാരിക്കാൻ പോലും ഇത്തരക്കാർക്ക് സമയം കിട്ടില്ല. അവരതിന് മുൻഗണന കൊടുക്കുകയില്ല. ശാരീരിക ബന്ധത്തിന് പോലും ചിലർക്ക് താല്പര്യമില്ലാത്ത ചില അവസ്ഥകളുണ്ടാകാം. തേർഡ് വണ്ണാണ് അവഗണന, ചൂഷണം ചെയ്യപ്പെടൽ. ഏത് സാഹചര്യത്തിലും ടോക്സിക് പേഴ്സൺ അവഗണിക്കും. ഒന്നും പുറത്തു പോകുമ്പോൾ കൂടെ നടക്കാൻ പോലും ചിലർക്ക് മടിയാണ്. ചിലർ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ലാതെ നടക്കുന്നവരും കാണാം. എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല. പക്ഷേ ടോക്സിക് പേഴ്സൺ തൻ്റെ പാർട്ട്ണറെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. തേർഡ് വണ്ണാണ് അവഗണന, ചൂഷണം ചെയ്യപ്പെടൽ. ഏത് സാഹചര്യത്തിലും മുൻപിൻ നോട്ടമില്ലാതെ ടോക്സിക് പേഴ്സൺ അവഗണിക്കും, അവോയ്ഡ് ചെയ്യും. ഒന്ന് പുറത്തു പോകുമ്പോൾ പോലും ചിലർക്ക് കൂടെ നടക്കാനായിട്ട് മടിയാണ്. ചിലർ മണപ്പുറത്ത് പോലും കണ്ട പരിചയം പോലും ഇല്ലാതെ ചിലർക്ക് നടക്കും. ചിലർ സ്റ്റാറ്റസ് കുറവ് അങ്ങനെ വിചാരിക്കും. എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല, അത് വേറൊരു കാര്യം. ഫോർത്ത് വൺ, ഉത്കണ്ഠയില്ലാത്ത ജീവിതം. ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാത്തവരായിരിക്കും ഇക്കൂട്ടർ. സ്വന്തം ജീവിതം മാത്രം സിന്ദാബാദ് എന്ന ചിന്താഗതിയോടെ ജീവിക്കുന്ന ചിലർ. അവർക്ക് മക്കളുടെ കാര്യമോ അല്ലെങ്കിൽ വീട്ടുകാരുടെ കാര്യമോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും പറയുമ്പോൾ എടുത്തു ചാടുന്ന സ്വഭാവക്കാരായിരിക്കും ഇക്കൂട്ടർ. മുൻവിധികളില്ലാതെ ജീവിക്കുന്ന ആൾക്കാർ. നാം പറയില്ലേ വീണടം വിഷ്ണു ലോകം എന്നൊക്കെ, അങ്ങനെ അക്കൂട്ടർ. ഫിഫ്ത്ത് വണ്ണാണ് പരസ്യമായി അപമാനിക്കൽ. മുൻപിൽ നിൽക്കുന്നത് ആരെന്നത് പോലും നോക്കാതെ മാനസികവും ശാരീരികവുമായി ഇക്കൂട്ടർ വേദനിപ്പിക്കും. ചിലർ വസ്ത്രം നന്നായില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കും. കുറ്റങ്ങളും കുറവുകളെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ നിരത്തും. മിക്കവരും ഭക്ഷണ കാര്യത്തിൽ കുറ്റപ്പെടുത്തിയാണ് അപമാനിക്കാറ്. ഇവളുടെ ഭക്ഷണം കൊള്ളില്ല, ഇവർക്ക് വൃത്തിയില്ല എന്നൊക്കെ. ഇനി ഇതിൽ നിന്ന് നാം എങ്ങനെ പുറത്തു വരണം, എങ്ങനെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യണം? അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായി തൊഴിൽ കണ്ടെത്തണം, സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്തണം, സ്വന്തമായി പണം സേവ് ചെയ്യാൻ പഠിക്കണം. അതിലുപരി നാം നമ്മളെ തന്നെ സ്നേഹിക്കണം, നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കണം.